റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തറഹുബ ഉമ്മത്തി അൽ ഖുഊദ് ഫിൽ മസാജിദി ലിൻതിലാരി സ്വലാഹ്. എൻ്റെ ഉമ്മത്തിന്റെ ഈ തറഹുബ്, സകല ജീവിതത്തിന്റെ സുഖങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് എൻ്റെ ഉമ്മത്ത് വരേണ്ട ഒരൊറ്റ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. പള്ളിയിൽ വന്ന് നമസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിൽ വരലാണ് എൻ്റെ ഉമ്മത്ത് ആകെ ചെയ്യേണ്ട തറഹുബ് എന്നായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന തറഹുബ ഉമ്മത്തി അൽ ഖുഊദ് ഫിൽ മസാജിദി ലിൻതിലാരിൽ ജമാഅ. നമസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങുന്നത് കാത്തിരിക്കാൻ വേണ്ടി പള്ളിയിൽ വരലാണ്, പള്ളിയിൽ വന്നിരിക്കലാണ് എൻ്റെ ഉമ്മത്ത് നേടേണ്ട ഏക തറഹുബ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ വിടുന്നില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ നിരന്തരം ചോദിക്കാൻ. ഫഖാല തുഹദ്ദിതുനി നഫ്സി ബിസ്സിയാഹ. നബിയെ ഇവിടുന്ന് യാത്ര പോകണമെന്ന്, തീർത്ഥാടനം നടത്തണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഫഖാല സിയാഹത്തു ഉമ്മത്തി അൽ ഗസ്വു വൽ ഹജ്ജ് വൽ ഉംറ. എൻ്റെ ഉമ്മത്ത് ചെയ്യേണ്ട അത്തരത്തിലുള്ള തീർത്ഥാടന കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യുദ്ധമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട യുദ്ധം, സത്യത്തിന്റെ മാർഗത്തിൽ സത്യം നിലനിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട യുദ്ധം, അനീതി കാണുമ്പോൾ അനീതിയെ തടുക്കുമ്പോൾ ഉണ്ടായിത്തീരേണ്ട യുദ്ധം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ വചനം അത് നിലനിൽക്കാനും അത് ഉയരാനും വേണ്ടി ചെയ്യേണ്ട യുദ്ധം, ആ വസ്വത്ത്. മറ്റൊന്ന് ഹജ്ജും മറ്റൊന്ന് ഉംറയും. പിന്നെയും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന നഫ്സി തുഹദ്ദിതുനി അൻ ഉഖ്രിജ മിമ്മാ അംലികു. എൻ്റെ കയ്യിലുള്ള സകലതും കൊടുക്കാൻ വേണ്ടി ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ പോരണം. ഞാൻ ഈ വിഷയത്തിൽ ഏത് ഭാഗത്തേക്ക് വരുന്നു എന്നതിനോട് കൂടെ പോരണം. ഇന്ന നഫ്സി തുഹദ്ദിതുനി അൻ ഉഖ്രിജ മിമ്മാ അംലികു. എൻ്റെ കയ്യിലുള്ള സകലതും ഞാനങ്ങ് കൊടുക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട, എൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിതമാകാൻ ഞാൻ ആലോചിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലൗല അൻ തക്ഫീ നഫ്സക വഇയാലക അൻ തർഹമൽ യതീമ വൽ മിസ്കീന ഫതുഅതിയഹു അഫ്ളല മിൻ ദാലിക്. ഏറ്റവും നല്ലത് നിന്റെ കുടുംബത്തിന് ആവശ്യമായ അർത്ഥത്തിലുള്ള സമ്പത്ത് കയ്യിൽ വെക്കുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരും ദരിദ്രരായ ആളുകൾക്ക് ധനം ദാനം ചെയ്യാനും അതോടൊപ്പം തന്നെ യതീമുകളായ അനാഥരായ മക്കളെ പോറ്റാനും വേണ്ടി നീ ശ്രമിക്കലാണ് സകലതും വിട്ടെറിഞ്ഞു പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ സകലതിനെ വിട്ടേച്ചു പോവുക എന്നതല്ല, നിന്റെ കുടുംബത്തിന് നീ ചെലവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വതക്കയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ ഒരു ഉരുള ഭക്ഷണം കൊടുക്കുന്നതും സദഖയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുന്നത്, നബിയെ, എൻ്റെ കയ്യിലുള്ള സകലതിനെയും ഞാൻ ഒഴിവാക്കിയിട്ട് പോകാൻ തീരുമാനിക്കുന്നു, അങ്ങെന്ത് പറയുന്നു എന്ന്. പ്രവാചകർക്ക് മറുപടി പറയാനുണ്ടായിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അൻ തക്ഫീ നഫ്സക വഇയാലക വഅൻ തർഹമൽ യതീമ വൽ മിസ്കീൻ. നിന്റെ കുടുംബത്തിനും നിനക്കും വേണ്ടിയുള്ള ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള ചെലവ് ചെയ്യാനും ദരിദ്രരായ ആളുകളെയും യതീമുകളെയും സംരക്ഷിക്കാനും സാധ്യമാകുന്ന അർത്ഥത്തിലുള്ള സമ്പത്ത് നിന്റെ കയ്യിലുണ്ടാവുക എന്നുള്ളത് അഫ്ളലു, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. നീ എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാളും ശ്രേഷ്ഠം അതാണ്. പിന്നെയും ചോദിക്കുകയാണ്, ഇന്ന നഫ്സി തുഹദ്ദിതുനി അൻ ഉത്തല്ലിഖ ഖൗല. എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്തൊക്കെ ചോദ്യമാണ് ഇതൊക്കെ! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയിലൂടെ ഒരു ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വല്ലാതെ ജാട പിടിച്ച പിന്നെ ശരീരവുമായി ലോകമാകെ ചുറ്റി നടക്കുകയും ഭാര്യ അന്വേഷിക്കാതിരുന്ന് പള്ളിയിൽ കയറിയിരിക്കുകയും ചെയ്യാൻ ഈ ദീൻ അനുവദിക്കുന്നില്ല. ദൂർത്ത് പറയുമ്പോൾ തന്നെ ഞാൻ ഈ വിഷയവും കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കാരണം, ഒന്നിനെയും ഉപയോഗിക്കണ്ട എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഉപയോഗക്രമത്തിന്റെ നീതിയും അതിന്റെ മിതവ്യയശീലവുമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളിൽ ചിലർ ശരിയായിരിക്കാം, പക്ഷെ ചിലരുണ്ട്, രണ്ട് വിഭാഗം ആളുകളുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ. അതായത് സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും അന്വേഷിക്കാതെ ഇങ്ങനെ നടക്കുക. അവരുണ്ടാകും സകല സിയാറത്തിന്റെ കേന്ദ്രങ്ങളിലും പോയി നടന്നിങ്ങനെ
ഭാര്യയും മക്കളും കുടുംബവും പട്ടിണി കിടന്ന് പരിവട്ടത്തിലാകുമ്പോഴും എന്തോ ഒരു വലിയ ഉദ്യമം ജയിച്ചടക്കിയ പോലെ ജീവിക്കുന്ന ഒരു തരം പൊട്ടന്മാർ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും മുഷിപ്പ് തോന്നുന്നുവെങ്കിൽ തൽക്കാലം ക്ഷമിക്കാം. കാരണം സമൂഹം, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ചില ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ നിറവേറ്റാതെ മുന്നോട്ട് പോകാൻ അവന് കഴിയില്ല. ഇതേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ അഷ്റഫുൽ ഖൽഖ് മറ്റൊരവസരത്തിൽ പള്ളിയിൽ മാത്രം ഇരിക്കുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ പിന്നെ ജീവിത ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് വിഷണ്ണയായ ഖൗല ഒരിക്കൽ ആയിഷയുടെ മുമ്പിൽ വരുന്നുണ്ട് റളിയല്ലാഹു അൻഹ. ഹസ്രത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ വിഷണ്ണയായി യാതൊരു മുഖപ്രസാദവും ഇല്ലാതെ വന്നു നിൽക്കുന്ന ഈ ഖൗലയോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ല ഖൗല, എന്റെ മുഖത്തൊരു വല്ലാത്തൊരു ജാള്യത, മുഖം ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നല്ലോ, എന്ത് പറ്റി ഖൗല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവൻ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോ മഹദി പറഞ്ഞ ഒരു മറുപടി പ്രത്യേകം രസകരമാണ്. എന്റെ ഭർത്താവ് വല്ലാതെ നന്നായി പോയി, അതുകൊണ്ട് അദ്ദേഹം മസ്ജിദിൽ തന്നെയാണ് എന്നായിരുന്നു. കുറ്റം പറയാൻ തിരിഞ്ഞില്ല. പക്ഷേ ഇതൊരു കുറ്റം പറയാതെ തന്നെ പറയിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു, അദ്ദേഹം എപ്പോഴും പള്ളിയിലാണ്, വീട്ടിൽ വരുന്നൊരവസ്ഥ അദ്ദേഹത്തിന്റെ മുമ്പിലില്ല എന്നായിരുന്നു ഖൗല റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഉസ്മാൻ, നിനക്ക് നിന്നോട് ചില കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ നിന്റെ ഭാര്യയോട് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾ നീ നിറവേറ്റുന്നില്ല എങ്കിൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം നാളെ റബ്ബിന്റെ മുമ്പിൽ അത് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേ ആഴ്ച ഖൗല വന്നു, വളരെ പ്രസാദമുഖിയായി, എല്ലാ വിഷാദവും പൂഴിയൊഴിഞ്ഞ പോലെ സന്തുഷ്ടയായി ഖൗല വന്നപ്പോ ആയിഷ ഒരു കുസൃതി ചോദിച്ചു, ആ ഇപ്പോ ഉസ്മാൻ വീട്ടിൽ വരാറില്ലേ എന്നായിരുന്നു മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഈ ചോദ്യം തന്നെയാണ് വീണ്ടും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുന്നത്. എന്റെ ആത്മാവ്, എന്റെ മനസ്സിങ്ങനെ ആവശ്യപ്പെടുന്നു, അന്നു തല്ലിഖ സൗജ ഖൗല, എന്റെ ഭാര്യയാകുന്ന ഖൗലയെ ഞാൻ ഉപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ സകലതും ഉപേക്ഷിച്ചിട്ട് ഹിജ്റ പോകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നൽ ഹിജ്റത ഫീ ഉമ്മത്തി ഹിജ്റതു മാ ഹറമല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എന്റെ ഉമ്മത്തിൽ ഇനി ഹിജ്റയാക്കിയിട്ടുള്ള ഹിജ്റ എന്ന് പറയുന്നത് അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ്, അല്ലാതെ അല്ലാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടലല്ല. ഇന്ന ഹിജ്റത ഉമ്മത്തി ഹിജ്റതു മാ ഹറമല്ലാഹ്, എന്റെ ഉമ്മത്തിൽ ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിജ്റ നിർബന്ധമാക്കിയിട്ടുള്ളത് ഏതിലാണ്? അല്ലാഹു ഹറാമാക്കിയതായ കാര്യങ്ങളെ മുഴുവനും വെടിയുക എന്നർത്ഥത്തിലാണ്. ഹജറ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക എന്നതാണെങ്കിൽ അങ്ങനെ സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും നാടിനെയും ഉപേക്ഷിച്ച് പോകുന്ന രീതിയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മറിച്ച് നിന്റെ ജീവിതത്തിൽ നിന്റെ മുമ്പിൽ വരാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്കിയിട്ടുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നീ മോചിതനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീ ഹിജ്റ ചെയ്യുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും ആ മനുഷ്യൻ, അതായത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഇന്ന നഫ്സി തുഹദ്ദുനി അൻ അഗ്ശാഹ, എനിക്ക് അവളെ പുണരാൻ തോന്നുന്നില്ല എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗല നിന്നോട്ടെ, പക്ഷേ അൻ അഗ്ശാഹ, എനിക്കൊന്ന് പുണരാൻ, ആലിംഗനം ചെയ്യുക എന്ന മനോഹരമായ ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ ഈ അതുല്യവും അനുഭവമായ ഒരു ഏർപ്പാടിനെ, അതിനെ തടയാനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിക്കുന്നത്. അൻ അഗ്ശാഹ, ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പുണരാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതുപോലും വെറുപ്പ് തോന്നുന്നു എന്നായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ഇദാ ഖശിയ അഹ്ല ഔ മാ മലകത് അയ്മാനുഹു ഫഇൻ ലം യുസിബ് മിൻ വഖഅതിഹി തിൽക വലദൻ കാന ലഹു വസീഫൻ ഫിൽ ജന്ന وإذا كان له ولد مات قبله أو بعده كان له قرة عين وخرج يوم القيامة وإن مات قبل أن يبلغ الحنث كان له شفيعا له എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയെ പുണരുകയും ഭാര്യയുമായുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ വല്ലരി അതിൽ നിന്നുണ്ടായിത്തീരുന്ന കുഞ്ഞുണ്ടാവുകയും ചെയ്താൽ, കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ പോലും കാനലഹു വസീഫും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനൊരു യോഗ്യതയാണതെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിലും വസീഫ് ആണവൻ, സ്വർഗത്തിൽ അവൻ വസീഫാണ്.
കുഞ്ഞുണ്ടായാലോ നേരത്തെ മരിച്ചാലോ എന്നാൽ അവൻ ആ കൊച്ചുകുഞ്ഞ് ഈ ഉപ്പക്കും ഈ ഉമ്മക്കും വേണ്ടി നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഷഫീ ആകുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ കുട്ടി ഭൂമിയിൽ ജീവിച്ചാൽ അത് കണ്ണിന്റെ കുളിരാണ്. കാനലഹു ഖുർറത അയ്ൻ, അവന്റെ കണ്ണിന്റെ കുളിരാണ്, നമ്മുടെ ആനന്ദമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആനന്ദമാണ്, കണ്ണിന്റെ കുളിരാണ്. മാത്രവുമല്ല നാളെ